Hi friends, welcome to Salmedia's Sada. In the number Chambo and the China, number in the Paranarno video, number heating element Matuka and number done in the period number and duck injection cooker up and duck injection cooker video canata degi other conductor other other number soldering and what is inside okay petana a pathum conductor രണ്ട് പാർട്ടായിട്ടാണ് സോൾട്ടിങ് രണ്ട് പാർട്ടീസ് ഇൻസൈഡ് ഇട്ടേക്കുന്നത് അതും കണ്ടിട്ടൊരു നമ്മുടെ ഇന്നലെ ഇട്ടേക്കുന്ന വീഡിയോയും കണ്ടിട്ടൊരു നമ്മളപ്പോൾ 5-6 വീഡിയോ ഇതിനെക്കുറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവൻ കണ്ടിട്ടൊരു ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ ഹീറ്റിംഗ് എലമെൻറ്റിനെ ഞാൻ മാറ്റാൻ പോകണമെന്ന് കണ്ടോളൂ. ഞാൻ ഇന്നലെ ഉണ്ടാക്കണ കാണിച്ചിട്ടുണ്ട് ഹീറ്റിംഗ് എലമെൻറ്റ് എങ്ങനെയാണെന്ന് ഇതിൻ്റെ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് വരൂ. അപ്പോൾ എൻ്റെ വീഡിയോ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ തമ്പനയിൽ കണ്ടുകൊണ്ട് നമ്മൾ അതുപോലെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞുകൊണ്ട് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കിയ ആ ഇൻജക്ഷൻ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്യുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് പോയി കാണുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഈ കണക്ഷൻ അങ്ങോട്ട് വിടുക. അതുപോലെ ഈ ഹീറ്റിംഗ് എലമെൻറ്റ് ഇപ്പം വർക്ക് ചെയ്യും കേട്ടോ. കണ്ടോ, ഇത് ഈ ഹീറ്റിംഗ് എലമെൻറ്റ് നമുക്ക് അയച്ചു കൂട്ടി ഊരി കളയണ്ട, മാറ്റി വെച്ചോട്ടാ. നമ്മൾ ഒരു സാധനം കളയണം, അത് ഇത്ര നല്ല സ്വഭാവമല്ല. എത്ര വേസ്റ്റായ സാധനമാണെങ്കിലും എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്ന എന്ത് വേസ്റ്റ് ആയാലും നമ്മൾ കളയരുത്. അത് മറ്റെന്തെങ്കിലും ഇതിലേക്ക് ഉപയോഗപ്പെടുന്ന സാധനങ്ങളാക്കി എടുക്കേണ്ടതാണ്. ഹീറ്റിംഗ് എലമെന്റിന്റെ ഇത് വലിഞ്ഞു പോണു. ഹീറ്റിംഗ് എലമെന്റ് ഈ വഴി ഇറങ്ങിപ്പോരട്ടെ. അതേപോലെ അപ്പൊ ഫ്രണ്ട്സ്, ഈ നിക്രോം വയർ സാധാ ബാറ്ററി കൊടുത്ത് ഞാനിപ്പോൾ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കി, എന്നാലും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ചെറിയ ഭാഗം ഇട്ടെടുത്താലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു നിക്രോം വയർ ഉണ്ടാക്കിയിരിക്കുന്നത് നിക്കല്, കോപ്പർ, പിന്നെ നമ്മുടെ അയൺ, ഇത്തരം സാധനങ്ങൾ വെച്ചാണ് നിക്രോം വയർ ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അല്ലെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. കണ്ടോ, അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന നമ്മൾ ഉണ്ടാക്കിയ ഹീറ്റിംഗ് എലമെന്റ് ആണിത്. ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഉണ്ടാക്കണ. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലേക്ക് ഈ ഹീറ്റിംഗ് എലമെന്റ് കയറ്റി വെക്കുകയാണ്. പിങ്ക് ഇത് കയറ്റി വെച്ചതിന് ശേഷം ഉണ്ടോ, ഇപ്പൊ ഏകദേശം ഇപ്പുറത്ത് ഇങ്ങനെ ഇത് വന്ന് തിരിച്ചിങ്ങോട്ട് ഇതാക്കി നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ. ഇതൊക്കെ കൃത്യമായിട്ട് വെച്ചിട്ട് നമുക്ക് ഇനി ഇതിന്റെ വയറിങ് തുടങ്ങാം. ഒന്ന് സ്ക്രൂ ചെയ്ത് ആ സ്ക്രൂ ഇതായി പോയെങ്കിൽ പിന്നെ ഒന്ന് സ്ക്രൂ ഇതൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ വയറിങ് നോക്കാനായിട്ട് നമ്മൾ ഇതിന്റെ ഏതെങ്കിലും സൈഡിൽ ഒരു വയർ നേരെ എടുത്ത് സ്വിച്ചിന്റെ ഏതെങ്കിലും ഒരു ടെർമിനലിൽ കൊടുക്കുക. അപ്പൊ ഞാൻ വയർ നേരെ എടുത്ത് സ്വിച്ചിന്റെ ഈ സൈഡിലെ ടെർമിനലിൽ കൊടുത്ത് ടൈറ്റ് ചെയ്യുകയാണ്. അപ്പൊ ടൈറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയിൽ നിന്ന് തന്നെ ഒരു കണക്ഷൻ നേരെ എടുത്ത് ഇങ്ങോട്ടും കൊടുക്കുക. അപ്പൊ ഞാൻ ബാറ്ററിയിലെ കണക്ഷൻ സ്വിച്ചിന്റെ ഓപ്പോസിറ്റ് സൈഡിലും കൊടുത്തതിന് ശേഷം സ്വിച്ച് ഓഫ് ആണെന്ന് നമ്മൾ നോക്കുക. സ്വിച്ച് ഓഫ് ആണ്. നമ്മൾ ചെയ്യേണ്ടത് ഈ വയർ ഇവിടെ അങ്ങ് കൂട്ടിമുട്ടിക്കുക. ഇതിങ്ങനെ പിരിച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് നമുക്ക് എടുക്കാം. അടച്ചു വെച്ച് നമ്മൾ എടുത്തു. ഇനി നമുക്ക് വെള്ളം തിളപ്പിച്ചാലോ. ഇതിനകത്ത് സ്വിച്ച് ഓഫ് ചെയ്തിടണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ ഫ്രണ്ട്സ്, ഇതിനകത്തായിട്ട് ഞാൻ ഇത്തിരി വെള്ളം എടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് ചൂടാക്കാൻ വേണ്ടിയാണ്. അപ്പൊ വെള്ളം ഇവിടെ വെച്ചതിന് ശേഷം അത് ഓൺ ചെയ്യുക. അപ്പൊ ചൂടാകുന്നുണ്ടോ എന്ന് നോക്കുക. ചൂട് ആകുന്നുണ്ട്. ആകുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കട്ടെ. ഞാൻ സൗണ്ട് ഏൽപ്പിച്ചുതരാം. സൗണ്ട് കേട്ടോ, ചൂടാകുന്ന ഇത് തൊട്ടറിയാം. ഹീറ്റ് ആകുന്നുണ്ട്. ഇതേ പുകയും വന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട് ഹീറ്റ് ആകണതിന്റെ. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയില്ല. പുക വന്നുണ്ട് ഹീറ്റ് ആകണതിന്റെ. ഇത് നല്ലതായിട്ട് പുക അവിടുന്ന് കണ്ടോ. ഇപ്പൊ ഏകദേശം ക്യാമറയിൽ ഇത്തിരി പുക തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഈ വെള്ളം ഇങ്ങനെ വെച്ചതിന്റെ മുകളിൽ വെള്ളം കമന്നു പോകാതെ നോക്കണം. ബാക്കി ഹീറ്റ് ശരിക്കും ഇതാവണം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഹീറ്റ്. വെള്ളം വെച്ചു കൊടുത്തു. ഇനി നമുക്ക് കുറച്ചു നേരം വെള്ളം ഇങ്ങനെ വെക്കാട്ടോ. പുക വന്നുണ്ട് കേട്ടോ, ആവശ്യത്തിന് പുക വന്നുണ്ട് ഇതിന്ന്. അപ്പൊ ഫ്രണ്ട്സ്, ഇത് ലിഥിയം അയോണിന്റെ ബാറ്ററി വെക്കുന്ന അത്ര സേഫ്റ്റി ഇല്ല, എന്നാലും നമ്മൾ വെക്കുകയാണ്. ചിലപ്പോൾ ലിഥിയം അയോൺ ഷോർട്ട് സർക്യൂട്ട് ആവണ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇപ്പൊ ഏകദേശം വെള്ളം ഇങ്ങനെ ചൂടായി തന്നെ ഉണ്ട്. അതുപോലെ ഇവിടെ ഇത്തിരി ചൂടുണ്ട്, വെള്ളം ചൂടുണ്ട് കേട്ടോ. അതിൽ നിന്ന് പുക തന്നെ നിങ്ങൾ കണ്ടല്ലേ. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതിന്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഇതിന് അയ്യോ, ഇതിന്റെ ഉള്ളിലൊക്കെ ചൂടുണ്ട് കേട്ടോ. ബാറ്ററി ഇങ്ങനെ പൊള്ളച്ചല്ലേ ഫ്രണ്ട്സ്.
ബാറ്ററിൻ്റെ ഉള്ളിൽ ഇതുകൊണ്ടാണ്. നമുക്കപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യാം. ബാറ്ററിയും ചൂടായിട്ടുണ്ട് ആവശ്യത്തിന്. അപ്പോൾ ഇത് നമുക്കിനി ബാറ്ററി കുറച്ച് നേരം ഫ്രീ ചെയ്യാം, ഇല്ലെങ്കിൽ ബാറ്ററിക്ക് കംപ്ലൈൻ്റ് ആണിത്. ബാറ്ററി നന്നായിട്ട് വീർത്തൊന്നും ഈ ബാറ്ററിൻ്റെ കയ്യിലിരിക്കുന്ന സേഫ്റ്റി അല്ല, കൈ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. ബാറ്ററി നല്ല ചൂടുണ്ട്, അതുപോലെ ഹീറ്റിംഗ് എലമെൻറ്റും നല്ല ചൂടുണ്ട്. അപ്പോൾ ഇത് അയക്കാനായിട്ട് ഈ സാധനത്തിനും ചൂടുണ്ട്. ഏകദേശം ഹീറ്റിംഗ് എലമെൻറ്റും ഏകദേശം നല്ല ചൂടുണ്ട്. കൈ പൊള്ളി. ഇപ്പം ഹീറ്റിംഗ് എലമെൻറ്റും നല്ല ചൂടുണ്ട്. ഹീറ്റിംഗ് എലമെൻറ്റും നല്ല ചൂടുണ്ട് കേട്ടോ. ഹീറ്റിംഗ് എലമെൻറ്റ് ഈ വയറും ചൂടുണ്ട്. പക്ഷെ വയറിനെക്കാട്ടിലും കൂടുതൽ ചൂട് ഇതിനാണ്. കാരണം ഇത് അലൂമിനിയം കൂടെ കാരണം നന്നായിട്ട് ഹീറ്റ് സൈഡിലൊക്കെ ഇതാക്കും. വയറൊക്കെ ഇതാട്ടോ. വയറിപ്പോൾ ഏകദേശം ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് തൊടാൻ സേഫ്റ്റി ആയിട്ടുള്ള എന്തെങ്കിലും പേനെങ്കിൽ പേന 3-2 പേന. ഇത് കണ്ടോ വയറിൻ്റെ അവസ്ഥ ഉണ്ടോ? വയറിങ്ങനെ ഇതായി കാണണ്ട. ഈ ഉരുക്കി ഏകദേശം ഇരിക്കുന്ന പോലത്തെ അവസ്ഥയിലാണ് വയറൊക്കെ ഇരിക്കുന്നത്. ഇപ്പം കണ്ടോ ഈ വയറ് കൈ പൊള്ളണം, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ ഇത് തൊടണതിന് കുഴപ്പമില്ല. ഇത് കണ്ടോ, ഇത് പ്ലാസ്റ്റിക് ഇപ്പോൾ ഏകദേശം ചൂട് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കൈ പൊള്ളാനുള്ള ചൂട് എന്ത് ചെയ്താലും ആവശ്യത്തിനുണ്ട്. ഞാൻ ആ വെള്ളത്തിലൊന്ന് ഇതാക്കി കൊടുത്താട്ടെ. വെള്ളം ചൂടായിട്ടുണ്ട് ഏകദേശം. അയച്ചോടാ വെള്ളം ഇങ്ങോട്ട് വീണ്. നല്ല ചൂടുണ്ട് കേട്ടോ. എന്ത് ചെയ്താലും ഇതിൽ ഹീറ്റിംഗ് എലമെൻറ്റിൻ്റെ ചൂട് മാറിയിട്ടില്ല. വെള്ളം ഈ സൈഡ് ചൂടായി. പിന്നെയും ഹീറ്റിംഗ് എലമെൻറ്റിന് ഇപ്പം നല്ല ചൂടുണ്ട്. ഇപ്പം കൈ പിടിക്കാൻ പറ്റുന്ന ചൂടായി. ഇപ്പം ഏകദേശം കൈ പിടിക്കാൻ പറ്റുന്ന ചൂടുണ്ട്. ഈ ഭാഗത്ത് ഇത്തിരി ചൂട്. ഇപ്പം ചൂട് ഏകദേശം കുറഞ്ഞു. ഇപ്പം ശരിക്കും ചൂട് കുറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇപ്പം ബാറ്ററി കണ്ട ഇപ്പം അത് ഇങ്ങനെ അവസ്ഥയിൽ നിൽക്കുകയാണ്. ബാറ്ററി ഷോർട്ട് ചെയ്താൽ പുകരും. ഇപ്പോൾ ഇതും ചെയ്യണ അത്ര സേഫ്റ്റി അല്ല, എന്നാലും നമുക്കിതും വെച്ചിതാക്കാൻ പറ്റും. അപ്പം എൻ്റെ ഇത് ഉണ്ടാക്കണ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വരൂ കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.